ഹലോ നമസ്കാരം. ദേവാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് റൂം മേക്ക് ഓവർ വീഡിയോ ആണ്. അപ്പോൾ ഈ റൂമാണ് നമ്മൾ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുന്നത്. വലിയ രീതിക്കൊന്നുമല്ല, ചെറിയ രീതിക്ക്. എന്നാലും കൂടുതലായിട്ടും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളെക്കാളും ഞാൻ തന്നെ ഉണ്ടാക്കിയ ഫ്ലവേഴ്സും ലീഫ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ചാണ് കൂടുതലും മേക്ക് ഓവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മിററും ഈ ഒരു വോള് ഒക്കെയാണ് നമ്മൾ മേക്ക് ഓവർ ചെയ്തെടുക്കുന്നത്. ഈ മിററും ചെറുതായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്യാനുണ്ട്. മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു കോർണറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നും എല്ലാം കാണാൻ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വോളിൽ ഹാങ് ചെയ്യാൻ വേണ്ടി ആദ്യം ഞാൻ ഉണ്ടാക്കിയത് ഈ ഒരു ഹാങ്ങിങ് ലീഫാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പൂ ഉണ്ടാക്കുന്ന വയറുണ്ടല്ലോ, ഫ്ലോറൽ വയർ, ആ വയർ എടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ നമ്മുടെ വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന അതിനകത്തുള്ള ചെമ്പ് കമ്പി യൂസ് ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് അത് രണ്ട് മെത്തേഡുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഗ്രീൻ ഫ്ലോറൽ ടേപ്പ് വെച്ചിട്ട് ചുറ്റി മൊത്തത്തിൽ ചുറ്റിയെടുക്കുക, അല്ലെങ്കിൽ ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചെടുക്കുക. കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത്, എനിക്ക് കുറച്ച് നന്നായിട്ട് നല്ല എഫക്റ്റീവായിട്ട് കുറച്ച് സമയം ഇരുന്ന് ചെയ്താലും എഫക്റ്റീവായിട്ട് നീറ്റായിട്ട് കിട്ടുന്നത് ഈ ഫ്ലോറൽ ടേപ്പായിരിക്കും. കാരണം നമ്മൾ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ പെയിൻറ്റ് ഉണങ്ങി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലീഫ് ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു കയറ്റി വയ്ക്കുമ്പോൾ അത് വിട്ടു പോകുന്നുണ്ടായിരുന്നു. ഞാൻ രണ്ടും മെത്തേഡും ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ആ കമ്പി ഞാൻ റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരു ചെറിയ പീസ് പേപ്പർ, ഇത് ക്രേപ്പ് പേപ്പർ, ഫിനിക്സ് പേപ്പറാണ്. ക്രേപ്പ് പേപ്പറും യൂസ് ചെയ്യാം. ഫിനിക്സ് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഒരു പീസിനെ ഞാൻ എന്നിട്ട് മൂന്നാക്കി മടക്കുന്നത്. അപ്പോൾ നമുക്ക് 3 ലീഫ് കിട്ടും. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കിയെടുക്കുക. ഒരു റാ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആ കട്ട് ചെയ്യാത്ത ഭാഗം ഒരു ഇത്തിരി വീതിയിൽ കട്ട് ചെയ്യുക. എന്നാലും നമുക്കത് കീറിപ്പോവാതെ ഫിറ്റ് ചെയ്തിട്ട് വെക്കാം, അതിനകത്തേക്ക് കയറ്റി ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ മൂന്നാക്കി മടക്കുക. മൂന്നാക്കിയല്ല, ഒറ്റ പേപ്പറിൽ 3 കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തതാണ്. ഇതുപോലെ റാ ഷേപ്പിലൊന്ന് കട്ട് ചെയ്യുക. ആ ഭാഗം, ഈ കാണിക്കുന്ന ഭാഗം കുറച്ച് വീതിയിൽ ഇരുന്നോട്ടെ. എന്നിട്ട് നടുക്ക് ഹോളിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന വയറിലേക്ക് നമ്മളിതെല്ലാം കോർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഓരോന്നായിട്ട് ലീഫ് ഇതിലേക്ക് കയറ്റി വയ്ക്കുക, അത് അറേഞ്ച് ചെയ്യുക. കുറച്ചൊരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഓരോ ലീഫും നമ്മൾ അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്തിട്ട് നമ്മളത് പശ വെച്ച് ഒട്ടിക്കുക. ഞാൻ ഫെവി ബോണ്ട് ആദ്യം യൂസ് ചെയ്തു, പിന്നെ ഫെവിക്കോൾ യൂസ് ചെയ്തു. അപ്പോൾ പേപ്പറും ടേപ്പൊക്കെ ആയതുകൊണ്ട് ഫെവി ബോണ്ട് നമുക്ക് യൂസ് ചെയ്യാം, ഫെവിക്കോൾ നമുക്ക് യൂസ് ചെയ്യാം. നോർമൽ നമ്മുടെ പേപ്പറൊക്കെ ഒട്ടിക്കുന്ന ഫെവിഗമ്മായാലും കുഴപ്പമില്ല, പശയായാലും സാധാ പശയായാലും കുഴപ്പമില്ല. അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഭംഗി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 7-8 എണ്ണം എങ്കിലും മിനിമം ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് പേപ്പറുകൾ ഒരുമിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്ക് ഒറ്റ കട്ട് ചെയ്യലിന് കുറേ എണ്ണം കിട്ടുമല്ലോ. ഞാൻ ആദ്യം 4 എണ്ണം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ 4 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഹാങ് ചെയ്തിട്ടപ്പോൾ അധികം എനിക്കൊരു അത്ര ഒരു ഫിനിഷിങ് തോന്നിയില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉണ്ടാക്കി. അങ്ങനെ ഒരു 7-8 എണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തു, ഹാങ് ചെയ്തു. അടുത്തത് നമുക്കിത് വേണ്ടി ഒരു ഫ്ലോട്ടിംഗ് ഷെൽഫ് ഉണ്ടാക്കണം. അപ്പോൾ 2 കാർഡ്ബോർഡ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. 25x11 സെൻറ്റിമീറ്ററും 25x5 സെൻറ്റിമീറ്ററിലും 2 പീസ് കട്ട് ചെയ്തെടുത്തു. അത് നമുക്ക് ഞാനൊരു വൈറ്റ് തീമിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു വൈറ്റ് നോർമൽ ബുക്കിലെ പേപ്പർ, ചുളിവൊന്നുമില്ലാത്തൊരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അത് നന്നായിട്ട് കവർ ചെയ്ത് 2 പീസും കവർ ചെയ്തെടുത്തു. കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഒട്ടിക്കണം. ഈ രണ്ടും തമ്മിൽ ചേർത്ത് ഒട്ടിക്കണം. അപ്പോൾ നമുക്കിതുപോലെ വെച്ചിട്ട് ഒരേ അളവിൽ ഒരേ പൊസിഷനിൽ വെച്ചതിന് ശേഷം ഒട്ടിക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തത് ഫ്ലെക്സ് ക്യൂക്കാണ്. ഫ്ലെക്സ് ക്യൂക്ക് ആയതുകൊണ്ട് ചെറുതായിട്ട് ഒലിച്ചു പോകുന്ന പോലൊരു ഇതുണ്ടായിരുന്നു, പേപ്പറല്ലേ. പക്ഷെ എന്നാലും പെട്ടെന്ന് കിട്ടും, ഒട്ടിക്കിട്ടും. അത് കഴിഞ്ഞ് ഞാനൊന്ന് കുറച്ച് നേരം അങ്ങനെ അനക്കാതെ ഒന്ന് അമർത്തി പിടിച്ചു. ഒരു 2-3 മിനിറ്റൊക്കെ പിടിക്കുമ്പോഴേക്കും അത് ആ ഒരു പൊസിഷനിൽ ഒട്ടിയിട്ടുണ്ടാവും.
അടുത്ത് നമുക്കിത് വാളിലേക്ക് സ്റ്റിക്ക് ചെയ്യണം. അതിനുവേണ്ടി ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്യാം. പക്ഷേ ഡബിൾ സൈഡ് ടേപ്പിന് നല്ല പശ കുറവായിരുന്നു. അതെന്താ പറ്റുന്നറിയില്ല. ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ തന്നെ ആദ്യം എടുത്ത പീസ് തന്നെ അങ്ങനെയായിരുന്നു. ഞാനപ്പോൾ കുറച്ച് ഫ്ലെക്സ് ക്വിക്ക് അപ്ലൈ ചെയ്തു. അതിനുശേഷം നമുക്ക് ആ ഒരു ലീവ്സ് ഹാങ് ചെയ്യാനുള്ള പോട്ട് വേണം. അതിന് വേണ്ടി നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തു. വൈറ്റ് അക്രിലിക് പെയിൻറ്റ് വെച്ച് നന്നായിട്ട് കവർ ചെയ്തെടുത്തു. 2 കോട്ട് അടിച്ചു. ഒരു കോട്ട് അടിച്ച് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം രണ്ടാമത്തെ കോട്ട് അടിച്ചു. അതും നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തു. അതിനുശേഷം നമുക്ക് വേണ്ടത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന രീതിക്ക് എങ്ങനെയെങ്കിലും ഒട്ടിച്ചു കൊടുക്കും. ഞാൻ കുറേ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു, കുറേ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു. ആദ്യം ഞാനതിൽ ഒട്ടിക്കുമ്പോൾ 4 ലീഫേ ഒട്ടിക്കുന്നുള്ളൂ തോന്നുള്ളൂ. 4 സ്റ്റെമ്മാണ് ഒട്ടിക്കുന്നത്. പിന്നെ കുറച്ചും കൂടി വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ട് അതും കൂടി ആഡ് ചെയ്തു. അപ്പോൾ പ്രോപ്പറായിട്ട് നിൽക്കാൻ വേണ്ടി കുറച്ച് തെർമോക്കോള്, അതുപോലെ കാർഡ്ബോർഡിൻ്റെ പീസുകൾ, ടിഷ്യൂ പേപ്പർ എല്ലാം ഞാൻ അതിൽ കുത്തി നിറച്ച് വെച്ചിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ് നിൽക്കുകയെന്ന് അറിയില്ലല്ലോ. അങ്ങനെ അത് വെച്ചതൊക്കെ പോന്നു. പിന്നെ ഞാൻ വീണ്ടും ഗ്ലാസ് മാത്രം ഒട്ടിച്ചതിന് ശേഷം ഹാങ് ചെയ്തിട്ടു. ഇതിലിപ്പോൾ 3 ഉള്ളൂ. പിന്നെ ഞാൻ ബാക്കി കുറച്ചും കൂടി ആഡ് ചെയ്തു. അങ്ങനെ ഇതിൽ 7 ഞാൻ മൊത്തത്തിൽ ആഡ് ചെയ്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കോർണറാണ്. ഈ കോർണറിൽ ഞാൻ ഇതുപോലെ കുറച്ച് വാൾ പോസ്റ്റേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ആ ഒരു കോർണർ മേക്ക് ഓവർ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ട്രീ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ട്രീ എഫക്റ്റ് ചെയ്യാൻ വേണ്ടി ലൈറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ബ്രൗൺ പേപ്പർ റോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി. എൻ്റെ അടുത്ത് പേപ്പർ റോളുകൾ കുറവായിരുന്നത് കാരണം ഞാൻ ന്യൂസ് പേപ്പർ ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ട് നമ്മുടെ മരത്തിൻ്റെ ബ്രാഞ്ചസ് പോലെ ആക്കി എടുക്കാൻ വേണ്ടി സെല്ലോ ടേപ്പ് വെച്ച് റോൾ ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് അതിൻ്റെ പുറത്തൊക്കെ ആയിട്ട് അവിടെ എവിടെയൊക്കെയായിട്ട് ഞാൻ ബ്രൗൺ പേപ്പർ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ഓൾറെഡി നീളത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഈ ന്യൂസ് പേപ്പർ റോളൊക്കെ ഇതുപോലെയുള്ള നമ്മുടെ ബ്രൗൺ പേപ്പറുണ്ടല്ലോ, കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബ്രൗൺ ഷീറ്റുകളുണ്ടല്ലോ, അത് കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഒരു പേപ്പറിൽ കവർ ചെയ്തെടുത്തു. ആ ഒരു ന്യൂസ് പേപ്പർ കാണാത്ത വിധത്തിൽ കവർ ചെയ്തെടുക്കുക. എൻ്റെ അടുത്ത് ഒരുപാട് പേപ്പർ ഇല്ലാതിരുന്ന കാരണം പുറത്തേക്ക് കാണുന്ന ഭാഗങ്ങളിൽ മാത്രമാണ് ഞാൻ കവർ ചെയ്തെടുത്തത്. എന്നിട്ട് അതുപോലെ സെല്ലോ ടേപ്പും ഡബിൾ സൈഡ് ടേപ്പൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഫിക്സ് ചെയ്തു. കുറച്ചായിട്ട് നിങ്ങൾക്ക് സെല്ലോ ടേപ്പ് കാണാം. അവിടെ കയറി നിന്നൊക്കെയാണ് ഞാനതൊക്കെ ചെയ്തത്. ഒരു കസേര ഇട്ടിട്ടൊക്കെയാണ് ചെയ്തത്. അടുത്ത് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ക്യാരി ബാഗ് ഉണ്ട്, ക്ലോത്ത് ക്യാരി ബാഗ്. ഇതിൽ കാണുന്ന പേപ്പറാണ് കാണിച്ചിരിക്കുന്നത്. ക്ലോത്ത് ക്യാരി ബാഗ് ഇതിൽ കാണുന്നത് പോലെ കട്ട് ചെയ്ത ശേഷം മടക്കിയെടുക്കുക, കട്ട് ചെയ്യുക. അപ്പോൾ ഒരു 4 ഇതളുള്ള ഫ്ലവർ നമുക്ക് കിട്ടും. ഒന്നും കൂടി മടക്കി നമുക്ക് 8 ഇതൾ കിട്ടും. 4 ഇതൾ മതി, അതായിരിക്കും ഭംഗി. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു ഹോൾ ഇടുക. ഇതുപോലെ ഫ്ലോറൽ വയർ കയറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളത് ഒട്ടിക്കുക. നേരത്തെ ചെയ്ത ആ ലീഫ് ഉണ്ടാക്കാൻ ചെയ്ത് അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഇതാണ് ആദ്യം ഉണ്ടാക്കിയിരുന്ന ഒരു ബഞ്ച്. അത് മതിയാവാഞ്ഞിട്ട് തികയാണ്ട് ഞാൻ വീണ്ടും ഉണ്ടാക്കി. അപ്പോൾ ഞാൻ അത് കുറച്ചും കൂടിയൊക്കെ ബ്രാഞ്ചുകൾ ആഡ് ചെയ്തു. അതായത് കണ്ടോ, കട്ടിലിൻ്റെ മുകളിൽ ടീപ്പോയിട്ട് അതിൻ്റെ മുകളിൽ കസേര ഇട്ട് അങ്ങനെയൊക്കെയാണ് റൂഫ് നല്ല ഹൈറ്റിലായിരുന്നു ചെയ്തെടുത്തത്. വീണ്ടും ഒരു ബഞ്ചും കൂടി ഞാൻ ഉണ്ടാക്കി. ഇതിൽ റോസാണ് കൂടുതൽ ചെയ്തത്. അങ്ങനെ ഇതും അതിലേക്ക് ഒട്ടിച്ചും തൂക്കിയൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നേരത്തെ ഉണ്ടാക്കി കുറച്ച് ഗ്രീൻ ലീവ്സ് കൂടി ആഡ് ചെയ്തു. അടുത്തതൊരു ഫ്ലവർ വേസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറേ മയിൽപ്പീലി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നീളത്തിലുള്ള ഫ്ലവർ വേസ് ഇല്ലാത്ത കാരണം ചുമ്മാ കവറിൽ ബബിൾ റാപ്പിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഇതുപോലെ ഒരു AC-യുടെ ബോക്സ് ഉണ്ടായിരുന്നു. ആ ബോക്സ് ഇതുപോലെ കട്ട് ചെയ്തില്ല, മടക്കിയെടുത്തു. ജസ്റ്റ് ഒന്ന് ഈ നമ്മുടെ പേപ്പർ കട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്ക്വയർ ആക്കി എടുത്തു. ഇതുപോലെ സെല്ലോ ടേപ്പ് ഒക്കെ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുത്തു. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തു. എന്തായാലും മയിൽപ്പീലി അവിടെ ഇരിക്കല്ലേ, അപ്പോൾ അതും കൂടി റൂമിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാമെന്ന് വിചാരിച്ച് കുറേ സെല്ലോ ടേപ്പ് ചിലവായിട്ടോ, ഒത്തിരി സെല്ലോ ടേപ്പ്. പക്ഷേ ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് ഈ റൂം മേക്ക് ഓവർ. അപ്പോൾ അതുകൊണ്ട് ചിലവാക്കാൻ വിഷമമൊന്നും തോന്നിയില്ല.
അപ്പോൾ അങ്ങനെ ഒരു ഫ്ലവർ വേസും റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇത്രയും നീളത്തിൽ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ഹൈറ്റ് കൂടിപ്പോയി. മയിൽപ്പീലി ഇട്ട് വെച്ചപ്പോൾ മയിൽപ്പീലി കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് രണ്ടാക്കി കട്ട് ചെയ്തു. അതിനുശേഷം മയിൽപ്പീലി ഇട്ട് വെച്ചു. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഒന്ന് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനതൊന്ന് കവർ ചെയ്ത് എടുത്തു. ഒരുപാട് മയിൽപ്പീലി ഉണ്ടായിരുന്നു. ഈ രണ്ടെണ്ണത്തിലും ഇട്ട് വെച്ചിട്ടും കൂടുതലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ വേസ്. ഇനി ഈ ഫ്ലവർ വേസ് ഞാനൊന്ന് കവർ ചെയ്തെടുത്തു. ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റുള്ള നമ്മുടെ ഗിഫ്റ്റ് റാപ്പറായിരുന്നു. ആ ഗിഫ്റ്റ് റാപ്പർ വെച്ച് ഞാനതൊന്ന് കവർ ചെയ്തെടുത്തു. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്ലവർ വേസ് റെഡിയായി. സിമ്പിളല്ലേ? ഒന്നുണ്ടാക്കി നോക്കാം നമുക്ക്. ഈ അടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ലീഫെല്ലാം ഉണ്ടാക്കിയത് അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടു നോക്കുക കേട്ടോ. ഇത് കവർ ചെയ്തില്ല, ഒന്നേ കവർ ചെയ്തുള്ളൂ. അടുത്ത് നമ്മുടെ ബെഡാണ്. ബെഡും സെറ്റ് ചെയ്തെടുത്തു. എൻ്റെ ഫേവറേറ്റ് ടെഡി ബിയറാണ്, അതിനെയും വെച്ചിട്ടുണ്ട്. ചവിട്ടിയെല്ലാം ഒന്ന് മാറ്റി പുതിയ ചവിട്ടിയെല്ലാം ഇട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം മേക്ക് ഓവർ കഴിഞ്ഞു. ഇനി ഞാനൊന്ന് മൊത്തത്തിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് റൂം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് റൂമിൻ്റെ പകലുള്ള വ്യൂ. എൻ്റെ ടേബിളുണ്ട്, അവിടെ ഒരു ബുക്ക് ഷെൽഫുണ്ട്. ബുക്ക് ഷെൽഫ് ഞാൻ TV സ്റ്റാൻഡിൽ നിന്ന് മേക്ക് ഓവർ ചെയ്തെടുത്താണ്. ഞാൻ വഴിയെ കാണിക്കാം അതിൻ്റെ വീഡിയോ. ഞാൻ ഉണ്ടാക്കിയ ടുലിപ്സിൻ്റെ പൂക്കൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ഡ്രീം ക്യാച്ചറുണ്ട്. പിന്നെ ഈ ഒരു മിററും ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ഈ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ഗ്രീൻ നമ്മുടെ ഹാങ്ങിങ് ലീഫ് പോലെ തന്നെ ഉണ്ടാക്കിയെടുത്തു. കുറച്ച് ഫെയർ ലൈറ്റും ആഡ് ചെയ്തു. ആ മയിൽപ്പീലി സൈഡിൽ വെച്ച് കുറച്ച് ഫ്ലവേഴ്സ് വെച്ചു. ഇത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സിമ്പിൾ വീഡിയോ ആണ്. നിങ്ങൾ ഈ സമയത്ത് കണ്ട വീഡിയോ ഞാൻ 2 മാസം കൊണ്ടൊക്കെയാണ് കുറച്ചൊക്കെ ആയിട്ട് ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. നൈറ്റ് വ്യൂ ഇതാണ്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഞാൻ ആ ട്രീയിൽ കുറച്ച് ലൈറ്റും കൂടി അഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ സമയത്ത് ഡെക്കറേഷന് വേണ്ടി വാങ്ങിയ ലൈറ്റാണ്. അതും കൂടി ഞാൻ ഫ്ലവേഴ്സിൻ്റെ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം മേക്ക് ഓവർ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു സന്തോഷമല്ലേ നമ്മളുണ്ടാക്കിയ സാധനങ്ങളൊക്കെ വെച്ച് നമ്മുടെ റൂം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് നമ്മുടെ റൂം നമ്മളായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.